നമ്മളിന്ന് എറണാകുളത്ത് നിന്ന് കണ്ണൂരോട്ട് വരുവാന്ന് ഏകദേശം ഒരു 3:30 ആകുമ്പോൾ ഞാൻ കണ്ണൂർ എത്തിന്. നമ്മളെ ചങ്ങായി പ്രിയേഷിൻ്റെ കൂടിയാട്ടെ ഞാൻ ഇങ്ങ് വന്നേ. മണ്ണ് വാരി കളിക്കുന്ന പ്രായത്തിൽ തുടങ്ങിയാട്ടെ നമ്മളെ ബന്ധം. ഓൻ്റെ മണ്ണ് തലയിൽ തോന്നിയ ബുദ്ധിയാണ് കണ്ണൂർ ഹാർബറിൽ പോയിട്ട് ഫ്രഷ് മീനും വാങ്ങിയിട്ട് വീട്ടിൽ പോയാലോന്ന്. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഫ്രഷ് സ്റ്റോക്കും അതുപോലെ കടലിൽ നിന്ന് പിടിച്ച മീനെല്ലാം വന്നിട്ടുണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് ഇതുവരെ കാണാത്ത വലിയ മീനിനെയും കാണാൻ പറ്റി. ഇത് ലേലത്തിൽ പിടിച്ചാലോ എന്ന് വരെ ചങ്ങായി നമ്മളോട് പറഞ്ഞു. സ്രാവിനെല്ലാം ആദ്യമായിട്ടാട്ടെ ഇത്രയും വലുതായിട്ട് കാണുന്നത്. ഇവിടെ വന്നപ്പോൾ അറിയുന്നു ഇവിടെ ഹോൾസെയിലായിട്ട് മാത്രമേ മീൻ കൊടുക്കൂന്ന്. എന്തായാലും ഇവിടെ വന്നതിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് കേട്ടോ. കല്ലുമുക്കായാലും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. മീനൊന്നും കിട്ടാത്തതുകൊണ്ട് ഇവിടെ ലേലം വിളിയെല്ലാം കണ്ട് രമണൻ അലഞ്ഞ പോലെ നമ്മളിങ്ങനെ അലഞ്ഞ് നടന്നു കേട്ടോ. ഇവിടെ കുറേ മീനെല്ലാം ഇറക്കുന്നുണ്ട്. പുറത്തുനിന്നെല്ലാം വന്ന കുറേ മീനാന്ന് ഇവർ പറഞ്ഞത്. എന്തായാലും വന്നതല്ലേ, ഇവൻ പറഞ്ഞ് രാവിലെ 6 മണി വരെ വെയിറ്റ് ചെയ്താൽ മതി മീൻ കിട്ടൂ, എന്നാലും അതും കൂടെ വാങ്ങിയിട്ട് പോകാമെന്നാണ് പറഞ്ഞത്. എന്തായാലും കുറേ മണിക്കൂർ ഓടി വന്നതല്ലേ, അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ച് നേരെ സിറ്റിയിലുള്ള മിൽമയിൽ പോയിട്ട് ചായയും കടിയും കഴിച്ച് നമ്മളെ മാപ്പിള ബേയിൽ പോയിട്ട് 2 മണിക്കൂർ വണ്ടിയിൽ തന്നെ കിടന്നിട്ട് എണീക്കുമ്പോൾ കണ്ട കാഴ്ചയാട്ടെ ഇത്. ബോട്ടുകളെല്ലാം ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. ആടുന്ന് വണ്ടിയും എടുത്ത് നേരെ വിട്ട് മീൻ കിട്ടുന്ന സ്ഥലത്തോട്ട്. ആടെ എത്തിയപ്പോൾ ആടെ ഒറ്റ മനുഷ്യനില്ല. ആടെ എത്തിയപ്പോൾ ഒരു മനുഷ്യൻ പോയിട്ട് മീൻ കുഞ്ഞ് പോലും ഇല്ല. എന്ത് ചെയ്യാനാ, കണ്ടകശനി ഇപ്പോൾ വെള്ളിയാഴ്ച വരെ കിട്ടിത്തുടങ്ങി നമുക്ക്. എന്തായാലും വരുന്ന വഴിക്ക് നമ്മൾ കീഴറയുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് പുട്ടും ഓമ്പൊടിയും കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, കഞ്ഞി കുടിക്കാൻ പോയിട്ട് ബിരിയാണി കിട്ടിയ അവസ്ഥയായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ ഫ്രം നൊമാറ്റക്കിയത്തും.